ഈ ചർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ വെറുതെ ചിന്തിക്കുക, എന്തിനാണ് ഇപ്പം നമ്മളത് ചർച്ച ചെയ്യുന്നത്? അതായിട്ടില്ലല്ലോ, അതാവുമ്പോഴല്ലേ, അത് വരുമോ എന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ മുഅ്മിനീങ്ങൾ പറയില്ല. യുഅ്മിനൂന ബിൽ ഗൈബ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ പുണ്യനബി തങ്ങൾ തന്ന അതേ ഗൗരവത്തോടു കൂടെ നമ്മളത് മനസ്സിലാക്കണം. ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അയാൾ മസീഹു ദജ്ജാൽ ആണോ എന്നൊരു കിംവദന്തി, ഒരു റൂമർ മദീനയിൽ പരക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരും ഈ ഇബ്നു സയ്യാദിനെ കാണാൻ വേണ്ടി ചെന്നതും അത് മസീഹു ദജ്ജാൽ അല്ല എന്ന് തെളിയിച്ചു കൊടുത്തതും പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡീറ്റെയിൽസ് നബി തങ്ങൾ തന്നിട്ടുണ്ട്. ഇവൻ ആരാണ്? ചിലരൊക്കെ അതൊരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു ഇമ്രാൻ ഹുസൈൻ എന്ന് പറയുന്ന ഒരു പ്രായമുള്ളൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ ആണ് ഇപ്പോൾ താമസം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസൊക്കെ ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. ചില ചെറുപ്പക്കാരെങ്കിലും ആവേശത്തോടു കൂടെ അതൊക്കെ കേൾക്കും. പക്ഷെ അതിലൊക്കെ അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത ചില വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഹദീത്തിൻ്റെ നസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭയങ്കരമായ അബദ്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ വെറുതെ അങ്ങ് വിശ്വസിക്കും. 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അത് 4 നൂറ്റാണ്ടുകളിലേക്കുള്ള സൂചനയാണ്, 40 കൊല്ലങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കൊളോണിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും കാലഘട്ടങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തി മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരു കാലമാണ് എന്നൊക്കെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറേ ചെറുപ്പക്കാർ അത് കാണാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ, ഹദീത്തിൻ്റെ വചനങ്ങളെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല. അത് വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവുകളല്ലാതെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സ്വയിഷ്ടപ്രകാരം സംസാരിക്കാറില്ല. ഫിത്നകളെ സംബന്ധിച്ച് പറയുന്നത്, ഫിത്നകൾ വരുമ്പോഴാണ് സത്യവിശ്വാസിയായ മുഅ്മിൻ ആരാണ്, അല്ലാത്തവരാരാണ് എന്ന് മനസ്സിലാവുന്നത്. അത്ഭുതങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കും. പല ആളുകളുടെ കരങ്ങളിലൂടെയും പല മാജിക്കുകളും ലോകത്ത് നടക്കും. ചിലക്ക് ജിന്ന് അല്ലെങ്കിൽ ശൈത്താൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പലതും അവർക്ക് പറയാനും ചെയ്യാനൊക്കെ പറ്റും എന്ന് വിചാരിച്ച് അവരങ്ങ് നല്ലവരാണെന്നോ അല്ലെങ്കിൽ അവർ പുണ്യവാളന്മാരാണെന്നോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവരിൽ ദീനുണ്ടോ, ശരീഅത്തുണ്ടോ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാണോ, ശരീഅത്തിനെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ, ഇത് നോക്കാതെ അത്ഭുതം കണ്ടിട്ടൊന്നും ആരെയും സ്വീകരിക്കുകയോ തള്ളുകയോ കൊള്ളുകയോ പാടില്ലെന്നാണ് നമ്മുടെ ശരീഅത്തിൻ്റെ നിയമം. അത്ഭുതങ്ങൾ ശൈത്താന്മാരുടെ സഹായം കൊണ്ടും ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പിശാചിൻ്റെ സേവ ചെയ്തിട്ട് ആളുകൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നിടത്തല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഗൗരവത്തോടെ നോക്കി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത്. സിഹർ ചെയ്യുന്ന ആളുകൾ, മാരണം ചെയ്യുന്ന ആളുകൾ ഒരുപാട് വർദ്ധിച്ച ഒരു കാലഘട്ടമാണിത്. ചില ആളുകളൊക്കെ നേരെ മുഖത്ത് നോക്കി, നിനക്ക് ഇന്നലെ ഒരു 2000 രൂപ നഷ്ടമായില്ലേ? അതെ. നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയില്ലേ? അതെ. നിന്റെ കാലും മുറിഞ്ഞിരുന്നില്ലേ 4 മാസം മുമ്പ്? അതെ. പിന്നെ അയാൾ പടച്ചോനായ ആൾക്ക്. ഇത് പിശാചിന് ചെയ്യാൻ പറ്റും. നല്ലവരായ ജിന്നുകളുണ്ടെങ്കിൽ അവർക്കും പറ്റും പറഞ്ഞു കൊടുക്കാൻ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹു അനുവദിച്ചു കൊടുക്കുന്ന അറിവുകൾ പിശാചുകളിലൂടെയോ ജിന്നുകളിലൂടെയോ അത്തരം കഴിവുകളുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് കൊണ്ടൊന്നും അവർ പറയുന്നതോ അവർ ചെയ്യുന്നതോ മുഴുവൻ ശരിയാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. കാരണം അവരിൽ ശരീഅത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. പുണ്യനബി തങ്ങളും വിശുദ്ധ ഖുർആനും ദീനിൻ്റെ അയിമ്മത്തുകളും പറഞ്ഞ ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ അവരെങ്ങനെയാണ് നിൽക്കുന്നത്. നിസ്കാരമില്ല, കള്ളുകുടിക്കുന്നുണ്ട്, പലിശയുടെ ഏർപ്പാടുകളുണ്ട്, ആളുകളെ വഞ്ചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഈ അത്ഭുതങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് വിശ്വസിക്കണോ? കൂടെ പോകാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. സ്വഹാബികളിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലൊരു പ്രശ്നമുണ്ടായ കാലം ജമൽ യുദ്ധം നടന്നു. വേറെയും യുദ്ധങ്ങളുണ്ടായി. സ്വഹാബികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഇവിടൊക്കെ രണ്ട് പക്ഷത്തും ചേരാതെ ന്യൂട്രലായിട്ട് നിന്ന ഒരു വലിയ സമൂഹം സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും വിഷയത്തിൽ ഒരു യുദ്ധം നടന്നപ്പോൾ ഒരുപാട് സ്വഹാബിമാർ മൗനം പാലിച്ചു നിന്നു. അലി തങ്ങളുടെ ഭാഗത്തും കൂടിയില്ല,
മുആവിയ തങ്ങളുടെ ഭാഗത്തും കൂടിയില്ല. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ അപ്പോൾ ചില സ്വഹാബിമാർ എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്താണ്. അവർ ഇജ്തിഹാദ് ചെയ്ത് ഫഅസ്വാബ, സത്യം കണ്ടെത്താൻ കഴിഞ്ഞ ആളുകൾക്ക് 2 കൂലിയുണ്ടെന്നും, ഇജ്തിഹാദ് ചെയ്യുകയും എന്നാൽ അവർക്ക് തെറ്റുപറ്റുകയും ചെയ്ത ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ അവർക്ക് 1 കൂലിയുണ്ടെന്നും എന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ. നമ്മുടെ വിശ്വാസം അതാണ്. അവർ പഴച്ചുവെന്നോ അവർ ദീനിൽ നിന്ന് പുറത്തുപോയെന്നോ ഒരിക്കലും സ്വഹാബികളെ സംബന്ധിച്ച് അവരുടെ മനാഖിബിന് കളങ്കം വരുത്തുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്ന. യുദ്ധം നടന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. അവർ തമ്മിൽ നടന്ന ഒരു ഇജ്തിഹാദിൻ്റെ വിഷയമാണത്. പക്ഷേ അമ്മാറേ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാറേ നിങ്ങളെ അതിക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ വധിക്കുമെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട്, അതിക്രമികളായ ഒരു വിഭാഗം ആളുകൾ അമ്മാറേ നിങ്ങളെ കൊല്ലും, നിങ്ങൾ അങ്ങനെയാണ് മരിക്കുന്നത് എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരുന്നു. അപ്പോൾ മനസ്സിലായി അമ്മാർ എന്നവർ ഷഹീദായത് മുആവിയ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഇടപെടൽ കാരണമാണ്. അമ്മാർ എന്നവർ അലി തങ്ങളുടെ പക്ഷത്തായിരുന്നു. അലി തങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന അമ്മാർ എന്നവരെ മുആവിയ തങ്ങളുടെ സംഘം വധിച്ചു കളഞ്ഞപ്പോൾ സ്വഹാബികൾ എഴുന്നേറ്റു. അമ്മാർ എന്നവരുടെ മരണം സംഭവിക്കുന്നത് അതിക്രമികളായ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അരൽപ്പം തെറ്റുപറ്റിപ്പോയ ആളുകളുടെ കരങ്ങളാലാണ്. അത് മുആവിയ തങ്ങളുടെ പക്ഷമാണ്. അങ്ങനെ സ്വഹാബിമാർ അലി തങ്ങളുടെ പക്ഷത്തേക്ക് എഴുന്നേറ്റ് നിന്നു. എന്തേ? ഒരു ഫിത്ന നടക്കുമ്പോൾ എവിടെയാണ് സ്വവാബ്, എവിടെയാണ് ഖത്അ, എവിടെയാണ് സത്യം, എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ഹക്ക് വെളിവാവുകയാണ് ഉണ്ടായത് അവിടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മസീഹുദ് ദജ്ജാലിൻ്റെ ഈ മസീഹയുടെ വരവിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നുണ്ട്, ജൂതന്മാർ പറയുന്നുണ്ട്, നമ്മുടെ ഉസ്താദുമാർ ദാഇമാർ പ്രബോധനം ചെയ്യുന്ന ആളുകളും ഉത്ബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നൂറ്റാണ്ടുകളിൽ അവൻ്റെ വരവുണ്ടാകുമ്പോഴേക്കും നമുക്ക് ഉത്തമമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം. ശുദ്ധ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, സലാസുൻ ഇദാ ഖറജൻ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. 3 വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, 3 പ്രധാനപ്പെട്ട അടയാളങ്ങൾ കാണപ്പെട്ടു കഴിഞ്ഞാൽ അതുവരെ ഈമാൻ സ്വീകരിക്കാത്ത ആളുകൾക്ക് പിന്നീട് ഈമാൻ സ്വീകരിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. സൂറത്തുൽ അൻആമിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക് يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞോ? ഖുർആനിൽ പരാമർശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സൂറത്തുൽ അൻആമിലെ ഈ ആയത്താണ് 158-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ അതുവരെ വിശ്വാസമില്ലാതിരുന്ന ആളുകൾക്ക് വിശ്വാസം കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുവരെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് വിശ്വസിച്ചത് കൊണ്ട് കാര്യമുണ്ടാവില്ല. ആ 3 നബി തങ്ങൾ പറഞ്ഞു. സലാസുൻ, 3 തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, ഒന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന പ്രതിഭാസമാണ്. വദ്ദജ്ജാലു, രണ്ടാമത്തേത് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റ് ആണ്. പിന്നെ വദാബത്തുൽ അർള്, ഭൂമിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രത്യേകമായ ജീവിയുണ്ട്, ഖിയാമത്തിൻ്റെ അടയാളമായി വരുന്ന ആ മൃഗമാണ്. ഇത് 3-ൽ 1 ഏതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ അടയാളങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് പുറപ്പെട്ടാൽ തന്നെ അതുവരെ ഈമാനില്ലാത്ത ഒരാൾ ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണല്ലോ എന്ന് വിശ്വസിക്കാൻ വന്നാൽ പോലും അവരുടെ ഈമാൻ സ്വീകരിക്കുകയില്ല എന്ന് വരെ ഈ ആയത്തിനർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു സംരക്ഷിക്കുകയും നമ്മുടെ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാദിറൂ ബിൽ അമാലി 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ സജീവമാക്കണം, അമലുകളെ കൊണ്ട് മുന്നേറണം എന്ന് പറഞ്ഞ 6 എണ്ണങ്ങളിൽ ലഭിതങ്ങൾ അദ്ദജ്ജാൽ
ഒന്ന് പറഞ്ഞത്, അവസാനം പറഞ്ഞത് ദജ്ജാലാണ്. ഖിയാമത്ത് നാളടക്കം 6 കാര്യങ്ങളെ നബി തങ്ങൾ പറഞ്ഞു. മരണം, അസുഖങ്ങൾ, ദാരിദ്ര്യം, ഇതെല്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അമല് കൊണ്ട് മുന്നേറണം. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സഅതി ഖൽഖുൻ അക്ബറ മിനദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണവുമായി വരുന്ന ഒരു പരീക്ഷണവും ഒരു ഫിത്നയും ഈ ഉമ്മത്തിന് കാണാനില്ല. അത്രമേൽ വലിയ ഫിത്നയായിരിക്കും. മസീഹുദ് ദജ്ജാൽ വന്നാൽ ആളുകൾക്ക് അമല് ചെയ്യാൻ പോലും നേരം ഉണ്ടാവില്ല എന്നാണ് പേടിച്ചിട്ട്. ചർച്ചകൾ മുഴുവനും അതായിരിക്കും, വർത്തമാനങ്ങൾ മുഴുവനും അതായിരിക്കും. കാരണം അവന് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല കൊടുക്കും. അവനൊരു പരീക്ഷണമാണ്. ലോകത്ത് മാജിക്കുകൾ കാണിക്കുമ്പോൾ പടച്ചോനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ദൈവമേ എന്ന് വിളിക്കും. ചില ആളുകൾ ചില ട്രിക്കുകൾ കാണിക്കുമ്പോൾ ഇല്യൂഷൻ, ബ്ലാക്ക് മാജിക് കാണിക്കുക, അതാണ് സിഹർ. അതിൻ്റെ വിഷയം വേറെ. അത്തരം ആളുകളെ ദൈവതുല്യം കാണുന്ന ആളുകൾ, എല്ലാ മതവിശ്വാസികളും പല മതങ്ങളിലുള്ള ആളുകൾ, മുസ്ലിമീങ്ങളും ഈമാൻ കുറഞ്ഞ ആളുകൾ അത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മകൾ വരെ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാഹുവേതര പൈശാചിക ശക്തികളെ സമീപിക്കാൻ പടച്ചതമ്പുരാനിന് അള്ളാഹുവിൻ്റെ ദീനും റുഖിയ ശർഇയ്യയും വിശുദ്ധ ഖുർആനുമൊക്കെ ചികിത്സയുടെ മാർഗങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ചികിത്സ തേടുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു, അത് ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉപദ്രവിക്കാൻ വേണ്ടി, ചില ഉപകാരങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ അറിയണം, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ വലിയൊരു അത്ഭുതമാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന ഫിത്ന, പരീക്ഷണമായി വരുന്ന മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത്. ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് മഴ പെയ്യും. നമ്മൾ എന്ത് ചെയ്യും? കാണുന്ന ആളുകൾ വിശ്വസിക്കൂലേ? ജീവനുള്ള മനുഷ്യനും കൊന്നുകളയും, എന്നിട്ട് ജീവൻ കൊടുക്കും. ഒരു അറാബി വിളിച്ചിട്ട് പറയുമെന്നാണ്, അറാബി, നിന്റെ വാപ്പയെ ഉമ്മയെ ഞാൻ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ ഞാൻ അള്ളാഹുവാണെന്ന്, പടച്ചവനാണെന്ന്? ഇവൾ പറയാം അതേ എന്ന് പറയും. പിശാച്ച് അവൻ്റെ വാപ്പയായിട്ട് പ്രത്യക്ഷപ്പെടും. നബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച്ച് വാപ്പയുടെ രൂപം പൂണ്ട് ഉമ്മയുടെ രൂപം പൂണ്ട് 2 പിശാച്ചുകൾ നിൽക്കും. അവർ പറയും, മോനെ ഇത് പടച്ചോനാണ് കേട്ടോ എന്ന് ഈ വാപ്പയും ഉമ്മയും അവനോട് പറയും. അങ്ങനെ ഈമാനില്ലാത്ത ഈ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാജിക്കുകളെ കരുതിയിരിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് മസീഹുദ് ദജ്ജാലിൻ്റെ ഈ വരവിലൂടെ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സുരക്ഷിതമായി സംരക്ഷണം കിട്ടത്തക്ക വിധം നിങ്ങൾക്ക് കാവലായി ഞാനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കാലത്താണ് അവൻ വരുന്നത് എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട സംരക്ഷണം നൽകാൻ ഞാനുണ്ടായിരിക്കും അവിടെ. ഞാൻ നിങ്ങളിൽ നിന്ന് യാത്ര പിരിഞ്ഞതിൻ്റെ ശേഷമാണ്, എൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ് മസീഹുദ് ദജ്ജാൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരം സൂക്ഷിക്കണേ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇൽമ് വേണം, കരുതിയിരിക്കണം, അറിവ് വേണം, ഇൽമ് സമ്പാദിക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. ഈ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ലോകത്ത് ഒരുപാട് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് അല്ലാഹു കാണിച്ചു തരും. ഈ ഹദീസുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ശരീരം സൂക്ഷിക്കണേ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി കാവൽ ചോദിക്കണം, അള്ളാഹുവിനോട് കാവലിൻ്റെ വഴി ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവർ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാസി ഫഅത്നാ അലല്ലാഹി ബിമാ ഹുവ അഹ്ലു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സനാ ചൊല്ലി ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് മസീഹുദ് ദജ്ജാലിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ഫഖാൽ ഇന്നി ലഉൻദിറുകുമൂ, ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമ, ഓരോ നബിയും അവരവരുടെ സമൂഹത്തിന് ഇവനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വലാകിന്നി സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ഖബലി,
എൻ്റെ മുമ്പ് വന്ന ഒരു നബിയും പറയാത്തത്, ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത അറിവ് അവനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നു. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു ന്യൂനതയുള്ളവനല്ല, അല്ലാഹു ഒറ്റക്കണ്ണനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅലമൂന അന്നഹു അഅ്വറു വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന് ലോകത്ത് പിരമിഡും ഒറ്റക്കണ്ണും എന്നത് ഒരു സിമ്പലാണ്. അമേരിക്കൻ ഡോളറിൻ്റെ $1 ബാക്കിൽ കാണാൻ പറ്റിയത് ഒരു പിരമിഡും ആ പിരമിഡിൻ്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണും. പിരമിഡ് ദുശക്തികളുടെ ഒരു അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈശാചിക ശക്തിയുടെ അടയാളമാണ് അത്ര പിരമിഡ്. കാരണം പിരമിഡിൻ്റെ നിർമ്മാണങ്ങളിൽ പിശാചുക്കളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ പിരമിഡില്ല, പക്ഷെ അവരുടെ ഡോളറിൻ്റെ ബാക്കിൽ പിരമിഡ് കാണും. ഒരു സിംഗിൾ $1 എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ബാക്കിൽ പിരമിഡ് ഉണ്ടാവും, ഒരു ഒറ്റക്കണ്ണുണ്ടാവും. ഈ ഒറ്റക്കണ്ണ് എന്തിനാണ്? ഒറ്റക്കണ്ണ് എന്താണ്? മസീഹുദ് ദജ്ജാലിൻ്റെ വിഷയങ്ങളിലെ ഒറ്റക്കണ്ണിൻ്റെ ചർച്ച വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രഡീഷനാവട്ടെ, സെമിറ്റിക് മതങ്ങളുടെ ട്രഡീഷനാവട്ടെ, ഒറ്റക്കണ്ണുള്ള ഒരു സാധനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ കാർട്ടൂണുകളുണ്ട്. ചില മിനീസും അതും ഇതൊക്കെ ഒറ്റക്കണ്ണുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കാർട്ടൂണിൽ കാണുന്നുണ്ട്, പല ഗെയിമുകളിലും. പക്ഷെ ഇവരത് അതേ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ്. ദുശക്തിയും ലോകത്തിൻ്റെ വിമോചകനാണ് എന്ന് അവർ പറയുന്ന, ലോകത്തിൻ്റെ സംഹാരകനായി വരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മസീഹുദ് ദജ്ജാലിൻ്റെ അടയാളമാണ് ഒറ്റക്കണ്ണ്. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, അവൻ്റെ വലത് കണ്ണ് അങ്ങ് തേച്ചുമാച്ച് കളഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ മസീഹ് എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹു അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാരത്തിലും നമ്മൾ അത്തഹിയാത്തിൽ ഇത് പറയാണ്. അത്തഹിയാത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന്. ഫിത്നത്തുൽ നാറും ഫിത്നത്തുൽ ഖബറും ഫിത്നത്തുൽ മഹ്യാ വൽ മമാത് വ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ, 4 ഫിത്നകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവേ കാവൽ തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സലാം വിട്ടുക. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്. പുണ്യനിബിതങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നു മുതൽ. നിബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടണ്ട. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഫഖ്റഉ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിൻ്റെ ആദ്യ ഭാഗം, ചില റിവായത്തുൽ 10 ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അത് നിങ്ങൾക്ക് കാവലാണ്. മസീഹുദ് ദജ്ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്ന ഇനി വേറെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്നകൾ അവൻ്റെ താഴെയാണ്. അതുകൊണ്ട് മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക. മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാം, നമ്മളും പഠിച്ചു വെക്കുക. അത് വലിയൊരു കാവലാണ്. എന്തെങ്കിലും ഒരു ഫിത്ന, മഹാന്മാർ പറയും, ചില ആളുകൾ പറയും എനിക്ക് പിന്നെ മോശപ്പെട്ട വീഡിയോ കണ്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈമാൻ ഇളകൊന്നുമില്ല. ഈമാൻ ഇളകും, പേടിക്കണം. ഹറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന്. പോവണ്ട, നിങ്ങളുടെ ഈമാൻ ഇളകും. അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലൊന്നും എൻ്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട. കാരണം പിശാചിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്നയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, എതിരിടാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇന്ന് നടക്കുന്ന ഗസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീസിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയും. യാ അല്ലാഹ്, ഇംറാനു ബൈത്തിൽ തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ് ثم تغزون فارس فيفتحها الله ثم تغزون الروم فيفتحها الله ثم تغزون الدجال فيفتحها الله. ജസീറത്തുൽ അറബ്, അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, ദ അറേബ്യൻ പെനിൻസുല, ആ
പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ല. നാജിയത്തുൻ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട്. ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ്. അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ്. ഫാരിസിനോട് പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു വിജയം തരും. റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. അത് കഴിഞ്ഞാൽ പിന്നെ മസീഹു ദജ്ജാലിനോടും അവൻ്റെ ആളുകളോടും നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകും. അള്ളാഹു നിങ്ങൾക്കതിന് വിജയം തരും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ് ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ വഫത്ഹുൽ ഖുസ്തൻതിനിയ ഖുറൂജുദ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുണ്ട്. ഓരോന്നിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്. ഇംറാനു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിപുലീകരണം, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം, ബൈത്തുൽ മുഖദ്ദസ് വിശാലമാക്കപ്പെടുകയും, അതായത് ഫഇദാ ഉമ്മിറ ബൈത്തുൽ മഖ്ദിസ് ബിൽ മാലി വൽ റിജാലി വൽ അഖാരി വത്തസഅ ബിനാഉഹു വസാദ അനിൽ ഹദ്ദിൽ മഅറൂഫ്. ജെറൂസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ ഖിബലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ. കണ്ട ആളുകൾ, യാത്ര പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉസ്താദുമാരും ഇവിടെ ഉമറാക്കളൊക്കെ പോയിട്ടുണ്ടാകും. സദസ്സിൽ പോയ ആൾക്കാരുണ്ട്. ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ അക്തുബ് ലനാ ഫീഹി സ്വലാത്തൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹറമാണത്, പരിശുദ്ധമായ ഖിബലയാണത്, നബി തങ്ങളുടെ മസ്റയാണ്, ഇസ്രാ നടന്ന സ്ഥലമാണത്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. 4 കിലോമീറ്ററോളമുള്ളൊരു ഒരു വിശാലമായൊരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ്, ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ, 2 ഭാഗത്തും ഖബർസ്ഥാനാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ സൂക്കുകൾ, 100 കണക്കിന് സ്ഥാപനങ്ങൾ, അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം. ബൈത്തുൽ മുഖദ്ദസ് വികസിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിജയം ബൈത്തുൽ മുഖദ്ദസിനുണ്ടായി കഴിഞ്ഞാൽ ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ്, അത് മദീനയുടെ പതനത്തിന് കാരണമാകും. മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. വഖറാബു യസ്രിബ്, മദീനയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഖുറൂജുൽ മൽഹമ, അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ്. വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഖുസ്തൻതിനിയ എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും. ഖുസ്തൻതിനിയ എന്ന് ഈ പറയുന്ന ഖുസ്തൻതിനിയ എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് ഖുസ്തൻതിനിയ എന്ന് പറയപ്പെട്ടിരുന്നത് ഇസ്തംബൂളിലാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയൊരു കൊമേഴ്ഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ, അതിൻ്റെ പഴയ പേരാ ഖുസ്തൻതിനിയ. പക്ഷേ നിബിധങ്ങൾ പറഞ്ഞ ഈ ഖുസ്തൻതിനിയ ഖുറാസാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാനിൻ്റെ മേൽഭാഗം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അവിടെ എവിടെയോ ഉള്ള ഒരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ്. ഫത്ഹുൽ ഖുസ്തൻതിനിയ ഖുറൂജുദ് ദജ്ജാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ഖുസ്തൻതിനിയയുടെ വിജയം, അത് മസീഹ് ദജ്ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വരുന്ന ഇടം എവിടെയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലു ശാമി വർ റൂം, റോമിൻ്റെയും ഷാമിൻ്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മസീഹു ദജ്ജാലിൻ്റെ വരവുണ്ടാവുക. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഷാം എന്നത് ഫലസ്തീൻ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം. നബി തങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലെബനോനും സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇതിനാണ് ഷാം എന്ന് പറയാം. ഈ ഷാമും റോമും തമ്മിൽ, റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനത്തിൻ്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത്. കിതാബുകൾ അൽ മൽഹമത്തുൽ കുബറ,
അൽ മൽഹമത്തു സുഗറ, മൽഹമയെ സംബന്ധിച്ചുള്ള ഒരുപാട് റിവായത്തുകളും ഹദീത്തുകളും അല്ലാമ ഇബ്നു അബി ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീത്തിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒരു ചരിത്രമാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ ഇതൊക്കെ പ്രവചിക്കുകയാണ്. തങ്ങൾ ഈ പറയുന്നത് അവിടുത്തെ നുബൂഅ, അവർ പ്രവചിക്കുന്നത് അള്ളാഹു നൽകുന്ന വഹയാണ്. തങ്ങൾ കാണാത്ത നാടിനെ കുറിച്ചായി പറയുന്നത്, തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളുടെ പേരുകൾ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ തിന്മയും നീതിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ, കൊലയാളികളും നിരപരാധികളും തമ്മിൽ, പാവപ്പെട്ടവരും മുതലാളി വർഗവും തമ്മിൽ, ഈമാനിൻ്റെ അഹ്ലുകാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഹദീസിൻ്റെ പുലർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫിത്നത്തുൽ അഹ്ലാസ് ഹറബുൻ വഹറബുൻ. അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ. ഹറബുൻ വഹറബുൻ. ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത്. അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കാന്നാണ്. സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നൊരു യുദ്ധം നടക്കും. ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ. അതിലേതാണ് ഫിത്നത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. فتنة السراء, സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്ന ഈ ഉമ്മത്തിന് കാണാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്നത്തുൽ സറാ. സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിൻ്റെ ഒരു ഫിത്ന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഉത്തുംഗതി, പ്രോഗ്രസ്, രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു, നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്? വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. വന്നു കഴിഞ്ഞു. സമ്പത്ത് കൊണ്ട് അള്ളാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല നിഅ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം, ആരോഗ്യമുണ്ട്, രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ്, പുരോഗതിയിലാണ്. ആ സമയത്ത് എൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ്, സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യിദല്ല, ആ ഒരു മനുഷ്യന് ആളുകൾ ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല. വഇന്നമാ ഔലിയാഇ അൽ മുത്തഖൂൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വഴിപ്പെടാത്ത, എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ അന്ന് ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും. അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും. ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും. ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ അബ്ദാണ്, നബി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദായിരിക്കും ഇമാം മഹദി. അൽ മഹദിയു മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സ്വഹീഹായ പരമ്പരയുള്ള സ്വാലിഹായ അബ്ദായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ഹാഷിമി അൽ ഖുറശി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് 7 വർഷം. അതിൻ്റെ മുമ്പ് ഒരു ഫേക്ക് മഹദി വരും.
ആ മഹദിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും, ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷേ തങ്ങൾ പറയാണ് യസ്ഉമു അന്നഹു മിന്നി, എൻ്റെ ആളാണ്, എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും. വലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ട ആളല്ല. തങ്ങൾ പറയാണ് അയാൾ മോശക്കാരനാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നമാ ഔലിയാഇൽ മുത്തഖൂൻ, എൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ثم يصطلح الناس على رجل كورك على ضلع. ضلع എന്ന് പറഞ്ഞാൽ വാരിയലാണ്. വരിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്കാണ്. വാരിയലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത, യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തിരഞ്ഞെടുക്കും. അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ثم فتنة الدهيمة, ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടികിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊന്നും സലഫ് സ്വാലിഹീങ്ങളായ ഈ ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ 1001 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണ്. അള്ളാഹുവിന് ചെയ്യാം. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട്, ഉമ്മത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ട്, അതിൻ്റെ ഇടയിലുമുണ്ട്. ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് 50 സ്വഹാബിയുടെ കൂലിയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു 50 സ്വഹാബിമാർ എടുക്കുന്ന അമലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ? പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ്. അത്ഭുതം എന്താണെന്നറിയോ? ഈ സംഭവങ്ങൾ എന്ന്, എപ്പോൾ, എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബിമാർ, താബിഈങ്ങൾ, ഹദീത്ത് പണ്ഡിതന്മാർ, മുഹദ്ദിഥീങ്ങൾ ഈ ഹദീത്തുകൾ തലമുറകൾക്ക് കൈമാറി വെച്ചു. അവർക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇന്ന് അവരന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞ് ഫിത്നത്തുസ് സറാ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫിത്നത്തു ദുഹൈമ. ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം. ഫഇദാ ഖീല ഖല്ലത് തമാദത് വസാദത്. ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി. അവിടെയാണ് യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറാ. വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ്, അള്ളാഹുൽ വിശ്വാസമുണ്ട്, എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അകലുകാരെ പരീക്ഷിക്കുന്നു, എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം, എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും. ഹത്താ യസ്വീറന്നാസു ഇലാ ഫുസ്താത്തീൻ. ജനങ്ങൾ 2 ഭാഗമായി മാറും. 2 ഭാഗം. ഫുസ്താത്തു ഈമാനില്ലാ നിഫാഖ ഫീഹ്. ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഈമാനിൻ്റെ ഒരു വിഭാഗം ആളുകൾ. വഫുസ്താത്തു നിഫാഖില്ലാ ഈമാന ഫീഹ്. ഒരു ഈമാനിൻ്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ, കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ, സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന 2 വിഭാഗം വരും. അങ്ങനെ ഒരു സമയം വരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന ദാകും. അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ് ദജ്ജാലിൻ്റെ വരവുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സതുസാലിഹൂന റൂം സുൽഹൻ ആമിന. നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും. റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ്. റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം, ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം. അതിന് അറബിയിൽ റൂമിയ എന്ന് പറയാം. റൂം, സൂറത്തു റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം.
പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ്. കാരണം യൂറോപ്പിൻ്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ്. ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി. അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി നിങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഗ്സൂന അൻതും വഹും അദുവ്വം മിൻ വറായിക്കും, നിങ്ങളും യൂറോപ്യരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും. ഫതുൻസറൂൻ, നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഗ്നമൂന വതസ്ലമൂൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, ഗനീമത്ത് സ്വത്തും നിങ്ങൾക്ക് ലഭിക്കും. ثم ترجعون حتى تنزلوا بمرج ذي تلول. യാ അല്ലാഹ്, കുന്നുകളുള്ള ഒരു പ്രദേശം, ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം. ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ്. തെല്ല് തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കുന്നുകൾക്കാണത് പറയാം. കൊച്ചു കുന്നുകളുള്ളൊരു പ്രദേശം. ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ്. ജോർഡാൻ്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും. സൗദി അറേബ്യ കഴിഞ്ഞ് തബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർഡാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ്, മനോഹരമായ കുന്നുകളുടെ നാടാണ്. അവിടെ നിന്നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ്. ഇടക്ക് മരുഭൂമികൾ വരുന്നുണ്ട്, തുർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട്. പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിൻ്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും. നബി തങ്ങൾ പറയാണ് ബിമറജിൻ ദീ തുലൂൽ, നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും. ശരിയായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി ആ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം കുരിശുയർത്തിപ്പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ ഈ കുരിശു കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. ആ വിജയത്തിൻ്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരായിരിക്കും, ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാം, ഇതൊന്നും നമുക്കറിയില്ല. അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അതിനെ ലിൽ മൽഹമ, അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തിലുള്ള മുഅ്മിനീങ്ങൾ ശുഹദാക്കളാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു. അവർ ഷഹീദുകളായിരിക്കും, അവർ ചെറുസംഘമാണ്, അവർ ശുഹദാക്കളായിട്ട് മാറും. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, ലാ തഖൂമുസ് സാഅഹ ഹത്താ യൻസില അർ-റൂമു ബിൽ അമാഖി ഔ ബിദാബിഖ്. അമാഖിലും ദാബഖിലും യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ നടക്കൂല. എവിടെയാണ് അമാഖ് ദാബഖ് എന്നറിയോ? സിറിയയിലെ ഹലബ്, അലപ്പോ സിറ്റിക്കടുത്തുള്ള സ്ഥലമാണ് അമാഖും ദാബഖും. ഇത് നബി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട്, പടിഞ്ഞാറൻ നാട്ടുകാരുടെ ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബഖും അതുപോലെ തന്നെ അമാഖ്. എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ നബി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കും. റോമക്കാർ അവരുടെ സൈന്യവുമായി അമാഖിലും ദാബഖിലും ക്യാമ്പ് ചെയ്യും. ഇന്നത്തെ സിറിയയാണ്, ദമസ്കസിൻ്റെ പരിസരങ്ങൾ, അലപ്പോ ഹലബ് എന്നാണ് അറബിയിൽ പറയാം. ഫയഖ്റുജു ലഹും ജയ്ഷും മിനൽ മദീനത്തിൽ മുനവ്വറ, പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട്. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ, അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ. ഫഇദാ തസാഫു അമാമ ബഅദ്, അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഖാലത്തിർ റൂം, പടിഞ്ഞാറുകാർ പറയും, ഖല്ലു ബൈനനാ വ ബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട്. അവർ പറയും മുസ്ലിമീങ്ങളോട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ് വലാ നുഖല്ലി ബൈനകും വ ബൈന ഇഖ്വാനിന, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിരപരാധികളാണ്, നിങ്ങളോടൊരു യുദ്ധത്തിന് വന്നവരല്ല, ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാതിലൂനഹും, അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിൻ്റെ 1/3 പരാജയപ്പെടും, 1/3 ശുഹദാക്കളാണ്, 1/3 വിജയം വരിക്കുമെന്നും റസൂലുള്ളാഹ് അഫ്ദലു ശുഹദാഇ ഇൻദല്ലാഹ് വയഫ്തഹു الثلث الأخير البلاد ويغنم ولا يفتنون أبدا. അവിടെ മുതലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജിയൻ ഒന്നാകെ ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യനാളിലേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ജാഉ ശാം, അവർ ഷാമിലേക്ക് എത്തിയാൽ, ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. ഷാം എന്ന് മുത്തലഖൻ പറയുമ്പോൾ ഡമസ്കസ്, ഫലസ്തീൻ, ഈ 2 നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് ചരിത്രത്തിൽ ഉപയോഗിക്കുക. അവിടെ എത്തുമ്പോൾ ഖറജൽ മസീഹുദ് ദജ്ജാലു, ആ സമയം മസീഹുദ് ദജ്ജാൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. യുസവൂന സുഫൂഫ്,
മഹാനായ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വമാ ഖതലൂഹു യഖീന, ഒരിക്കലും ഈസ നബി അലൈഹിസ്സലാമിനെ അവരാരും വധിച്ചിട്ടില്ല. ഈസ നബി അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെടുകയും അല്ല ഉണ്ടായത്. വലാകിൻ റഫഅന, അല്ലാഹു ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ ഖിയാമത്തിന്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലം, ആ രൂപം ഒക്കെ നബി തങ്ങൾ പറഞ്ഞു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസ് എന്ന് പറയുന്നൊരു നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിലൂടെയാണ് സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് മഹാനവറുകൾ ഇറങ്ങി വരുന്നത് എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിൽ പോയാൽ ആ നാട്ടുകാർ കാണിച്ചു തരും ഏതാണ് അൽ മനാറത്തുൽ ബൈള. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിന്റെ മുനാരങ്ങളാണ് അൽ മനാറത്തുൽ ബൈള. 1300ഓളം കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു മസ്ജിദാണത്. ആ മസ്ജിദ് പുനരുദ്ധാരണം നടത്തപ്പെട്ട് ഇന്നും അവിടെ റെഡിയാണ്. ഈസ്റ്റ് ഡമസ്കസിൽ സിറിയയിലേക്കൊന്നും യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിലാണ്. അവിടെ ചെന്നാൽ ഒരുപാട് സിയാറത്തിൻ്റെ മഖാമുകളുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണ്, സക്കരിയ നബി അലൈഹിസ്സലാം അവിടെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം അവിടെയാണ്. ഒരുപാട് സ്വഹാബിമാർ, അബൂദർദ തങ്ങളടക്കം, ബിലാൽ ഇബ്നു റബാഹ് തങ്ങളടക്കം ഒരുപാട് സ്വഹാബിമാരുള്ള നാടാണത്. അവരൊക്കെ ഷാമിലേക്ക് പോയി തങ്ങളുടെ വഫാത്തിന് ശേഷം. ഏതായിരുന്നാലും ഷാം വല്ലാത്തൊരു നാടാണ്. അത് വലിയ അത്ഭുതങ്ങളുള്ള പ്രദേശമാണ്. അറുദുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് ഭൂമിയെ നിരപ്പാക്കി അള്ളാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ മഹ്ശറ എന്ന് പറയുന്ന മൈതാനം നിലനിൽക്കുന്നത് ഡമസ്കസിൻ്റെയും ഫലസ്തീനിൻ്റെയും ഭാഗങ്ങളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ജനങ്ങൾ മലക്കുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക. ആളുകൾ തെളിച്ചു കൊണ്ടുപോകുമെന്നാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങളെ പുണ്യ റസൂലും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞുതരുമ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസവുമില്ല. എന്തേ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്. സ്വഹീഹായ ഹബീബിൻ്റെ റിവായത്തുകളാണ്, അവിടുത്തെ ഹദീസുകളാണ്. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും പ്രമാണബദ്ധമായ വിഷയങ്ങളാണ് പുണ്യനബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നസ്സാഅ ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാസുൻ വലാ യുഫ്റഹു ബിഗനീമ ثم قال بيده هكذا ونحاها نحو الشام فقال عدو يجمعون لأهل الإسلام ويجمع له عدو يجمعون لأهل الإسلام ويجمع له أهل الإسلام. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സ് പുണ്യ നബി തങ്ങൾ പറഞ്ഞു, അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെടാത്തൊരു കാലം വരും. ആളുകൾക്ക് വാപ്പ മരിച്ചാൽ സ്വത്ത് വേണ്ട, അത്രയും കാഷിൻ്റെ ഓവർഫ്ലോ വരുന്ന കാലമെന്നാണ്. വലാ യുഫ്റഹു ബിഗനീമ, ഗനീമത്ത് കിട്ടിയാൽ പോലും വേണ്ടെന്ന് വെക്കുന്നൊരു കാലം. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ പരിശുദ്ധ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നഹ്വ ഷാം, ഷാമിൻ്റെ ഭാഗത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് മുസ്ലിമീങ്ങളും തിന്മയുടെയും അനീതിയുടെയും ശക്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അർ-റൂം എന്ന് റൂമിനെയാണോ റോമക്കാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവരോടാണോ യുദ്ധം നടക്കുന്നത്? ഖാല നഅം, അവരോട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യനാളിൻ്റെ ഈ മൽഹമത്തുൽ കുബ്രയെ അള്ളാഹുവിൻ്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒരാൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ ഇത് ചിത്രീകരിക്കാൻ വരെ പറ്റും, പക്ഷെ നമുക്കത് പാടില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു ഹദീസ് ഉണ്ട്, ചിലർ പറയുന്നത് ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു ആ അതിക്രമികളായ സൈന്യത്തെ അള്ളാഹു നശിപ്പിക്കും, അങ്ങനെ അവരുടെ ഇല്ലായ്മ ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഹത്താ ഇന്ന ത്വാഇർ ലാ യമറു ബിജനബാതിഹിം ഫമാ യുഖ്ലിഫുഹും ഹത്താ യഖിറ മയ്യിത. അവരുടെ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയില്ല, ആ പക്ഷി അവിടെ ചത്തുവീഴും. അപ്പോൾ ചിലർ വ്യാഖ്യാനം ചെയ്യുന്ന ആണവായുധം ഉപയോഗിച്ചതുകൊണ്ടായിരിക്കും ഉണ്ടാവുക, കാരണം എയർ പൊല്യൂട്ടഡ് ആയിരിക്കുമല്ലോ, പോയിസണസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. നമുക്കതൊന്നും പറയാനായിട്ടില്ല. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മേലൂടെ പറക്കാൻ കഴിയാത്ത വിധം, ദുർഗന്ധം വമിക്കുന്ന വിധം ഭൂമി മലിനമാവുന്നൊരു സമയമാണത്. അത് ആണവായുധ ഉപയോഗമാണോ അല്ലയോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പുണ്യ നബി തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മുകളിലൂടെ പറക്കാൻ കഴിയില്ല, അവരുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ പക്ഷികൾ ചത്തുവീഴും. ഫയഖിറു മയ്യിത فيتعادوا بنو الأبي كانوا 100 فلا يجد منهم إلا الرجل الواحد فبأي غنيمة يفرح.
100 വീട്ടുകാരുള്ള ഒരു വാപ്പയുടെ മക്കളെ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഒരാളെ ബാക്കിയുണ്ടാവുള്ളൂ. ആ മനുഷ്യൻ വാപ്പയുടെ അനന്തര സ്വത്ത് എന്തെടുക്കാനാണ്, എന്ത് കൊണ്ടുപോകാനാണ്, എവിടേക്ക് കൊണ്ടുപോകാനാണ്? ഒരു യുദ്ധം കഴിഞ്ഞ് അവർ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വീടുകളിലേക്ക് മസീഹുദ് ദജ്ജാൽ വന്നിരിക്കുന്നു. ഇന്നദ്ദജ്ജാല ഖദ് ഖലഫഹും ഫീ ദറാരീഹിം. അങ്ങനെ സ്വത്തുകൾ അവിടെ ഇട്ടുകൊണ്ട് അവർ ഓടുകയാണ്, അവർ ഓടുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ മസീഹുദ് ദജ്ജാൽ നേരിടാൻ വേണ്ടി പോകും. ഇന്നി ലഅരിഫു അസ്മാഅഹും വഅസ്മാഅ ആബാഇഹിം. അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും എനിക്കറിയാം. അൽവാന ഖുയൂലിഹിം. അവർ യാത്ര ചെയ്യുന്ന കുതിരകളുടെ നിറം പോലും എനിക്കറിയാം. ഹും ഖൈറു ഫവാരിസിൻ അലാ ദുഹരിൽ അർള് യൗമഇദിൻ. അന്ന് ഭൂമിയിൽ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും നല്ല ഈമാനുള്ള കറകളഞ്ഞെടുത്ത ആളുകളായിരിക്കും അവര്. ഭൂമിയിൽ അവരായിരിക്കും ഏറ്റവും നല്ല ശുദ്ധന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ് സാധ്യമാകുന്നൊരു കാലമാണ്. ആ സമയത്ത് ഈസാ നബി വന്നിരിക്കും. അവർ യുദ്ധം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്ന് സുബഹി നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് അവർ സ്വഫ് കെട്ടി നിൽക്കുന്നു. നിസ്കരിച്ചതിന് ശേഷം ഒരു യുദ്ധമായിരിക്കും. അപ്പോഴാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അവരുടെ കുളിച്ച് ഒരു മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് തല തോർത്താതെ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ നനവോടുകൂടെയാണ് ഈസാ നബി ഇറങ്ങി വരുന്നത് എന്നാണ് ഹദീത്ത്. ഭൂമിയിലൂടെ മേഘക്കീറിനിടയിലൂടെ ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്നൊരു അത്ഭുതം. അതിനപ്പുറം തങ്ങൾ പറഞ്ഞു, ഇതാ തല താഴ്ത്തിയാൽ മഹാനവരുടെ തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെയുള്ള കണികകൾ തലയിൽ നിന്ന് വീഴുന്നത് പോലെ കാണാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇമാമു നിൽക്കാൻ ഒരാളില്ലാതെ കാത്തിരിക്കുമ്പോൾ സയ്യിദുനാ മഹ്ദി അവിടെ ഉണ്ടായിരിക്കും റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവർ പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാമു നിൽക്കണം, സുബഹിക്ക് ഇമാമു നിൽക്കണം. സുബഹിക്ക് ഇമാമു നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇമാമുക്കും മിൻകും. കാരണം നിങ്ങൾ ഖുർആൻ ഹിഫ്ദ് ചെയ്ത ആളുകളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഇൻജീലിനേക്കാളും മുമ്പിൽ നിൽക്കേണ്ടത് ഖുർആനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാവണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാം മഹ്ദി ആ ആദ്യത്തെ സുബഹിക്ക് ഈസാ നബിയോടുകൂടെ ഇമാം മഹ്ദി തങ്ങൾ ഇമാം നിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ചൂട് ഇങ്ങനെ കാണുമ്പോഴേ, കാലാവസ്ഥയുടെ ചൂട് നിങ്ങളൊക്കെ അനുഭവിക്കുന്നു, നമ്മളൊക്കെ അനുഭവിക്കുന്നു. മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അഗ്ഹിനാ, പടച്ചവനെ ഇങ്ങനെ ചൂട് നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഞങ്ങൾക്ക് മഴ തരയണമേ. അല്ലാഹുമ്മ അഗ്ഹിനാ, പടച്ചവനെ നാടിന് തണലും തണുപ്പുമാകുന്ന വിധം, ബുദ്ധിമുട്ടാകാത്ത വിധമുള്ള മഴ, ഭൂമിയെ തണുപ്പിക്കുന്ന, കിണറുകൾക്ക് വെള്ളം നൽകുന്ന, പുഴകൾ ഒഴുകുന്ന, കൃഷികൾക്ക് ഉപയുക്തമാകുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തങ്ങൾ പറയാണ്, ഖിയാമത്തിൻ്റെ മുമ്പ് മസീഹുദ് ദജ്ജാൽ വരുന്നതിൻ്റെ മുമ്പ് മഴ കിട്ടാത്ത 3 വർഷങ്ങളുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. മഴ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഒരുപക്ഷേ വളരെ സ്കെയറായി മഴ തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ നീങ്ങുമോ നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ട്. ഇന്ന ഖിബല